സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ നടന്ന എല്ലാ കാര്യങ്ങളും സൂര്യയോട് ഫോണിലൂടെ പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് സൂര്യ. വരുൺ, നീ വിഷമിക്കാതിരിക്കുക, എന്താണെങ്കിലും നമുക്ക് ഈ പ്രതിസന്ധി നേരിട്ടല്ലേ പറ്റൂ, നീ ധൈര്യയോടെ ഇരിക്കുക, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്കെത്താം. അങ്ങനെ പറഞ്ഞ് സൂര്യ കോൾ ഔട്ട് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുവാണ്. ഈ സമയം വരുണും നേരെ രാധികയുടെ അരികിൽ ചെന്ന് രാധികയെ വീണ്ടും വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. അങ്ങനെ പലതവണ രാധിക തട്ടി വിളിക്കുവാണ്. പെട്ടെന്ന് രാധിക കണ്ണു തുറക്കുന്നതും പ്രിയങ്കയുടെ കാര്യം പറഞ്ഞ് രാധികയാണെങ്കിൽ വാവിട്ട് കരയുവാണ്. അന്നേരം വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് കാണുമായിരിക്കും ചന്ദ്രശേഖരൻ. പിന്നീട് കാണിക്കുന്നത് അവിടെ യശോദയാണെങ്കിൽ ഹോസ്പിറ്റലിൽ രാധിക വരുന്നതും കാത്ത് പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം അതോടെ മുത്ത് ചോദിക്കണേ, നീ ഇതെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കുറേ നേരമായല്ലോ. അന്നേരം യശോദ പറയണേ, പ്രിയങ്ക മോളെയും കൂട്ടി രാധിക വരാമെന്ന് പറഞ്ഞല്ലോ, കുറേ നേരമായല്ലോ അവൾ പോയിട്ട്, കാണുന്നില്ലല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, ഓ നീ അവളെ നോക്കിക്കൊണ്ടിരിക്കുവാണോ, അവളെ ഇവിടെ നിൽക്കുമ്പോൾ മാത്രം അയ്യോ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കൂ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ മറ്റും ഭാവമൊക്കെ മാറും, അവളിപ്പോൾ കാമുകൻ്റെ ഒപ്പം കിന്നരിക്കുമായിരിക്കും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഞാനൊന്ന് അവളെ ഫോണിൽ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് രാധികയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ യശോദ. ഈ സമയം അമ്മയുടെ കോൾ കാണുന്നതും രാധിക അങ്ങ് ടെൻഷനാകുക. വരുൺ, ദേ അമ്മയാണ് വിളിക്കുന്നത്, പ്രിയങ്കയെക്കുറിച്ച് ചോദിക്കാനായിരിക്കും, ഞാൻ അമ്മയോട് എന്താ പറയുക വരുൺ. അന്നേരം വരുൺ രാധികയെ സമാധാനിപ്പിക്കണേ, എടുത്താനിങ്ങനെ ടെൻഷനാവല്ലേ, ഇക്കാര്യം അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല, തൻ്റെ അച്ഛൻ്റെ അവസ്ഥ അറിയാവുന്നതല്ലേ, താനിപ്പോൾ ഒന്നും പറയണ്ട, ഫോൺ ഞാനെടുക്കാം, അല്ലെങ്കിൽ അമ്മ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടി കാര്യങ്ങളൊക്കെ അറിയും, താൻ ആ ഫോണിൽ ഇതാ. അങ്ങനെ പറഞ്ഞ് വരുൺ ഫോൺ വാങ്ങിയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ അമ്മേ. ആ മോൻ രാധികമ്മയുടെ ഒപ്പം ഉണ്ടല്ലേ? ആ അതെ അമ്മേ. പ്രിയങ്ക മോള് അവിടെ ഉണ്ടോ മോനെ? ആ പ്രിയങ്ക ഉണ്ടമ്മേ, പ്രിയങ്കയും കൂട്ടി ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താം, അമ്മ ഫോൺ വെച്ചോ. ശരി മോനെ. അങ്ങനെ പറഞ്ഞ് വരുൺ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരുണിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. അന്നേരം വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയം മുത്തശ്ശി യശോദ കേൾക്കണേ, എന്താ പറഞ്ഞത്, പ്രിയങ്ക മോളെയും കൂട്ടി വരുൺ രാധയൊക്കൊപ്പം ഉടനെ തന്നെ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, വരുൺ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുത്തശ്ശിക്ക് സംശയം തോന്നുക, ഇവിടുന്ന് പോയ പ്രിയങ്കയെ അവൻ ഇവിടെ നിന്ന് കൊണ്ടുവരാനാ, പ്രിയങ്കയുടെ ഫോണിലേക്കൊന്ന് വിളിച്ച് നോക്കാം. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുമെന്ന് പറയുക. അത് കേട്ട് ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറയണേ, പ്രിയങ്കയെ കണ്ടുപിടിച്ചുകൊണ്ട് വരും പോലും അവൾ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെത്തുന്ന സൂര്യനെയാണ്. സൂര്യൻ നേരെ വരുണിൻ്റെ രാധികയുടെ അരികിലേക്ക് ചെല്ലുക. വരുണെ, രാധികെ എന്താ ഞാൻ ഈ കേട്ടതൊക്കെ. അന്നേരം രാധിക കരഞ്ഞുകൊണ്ട് സൂര്യയോട് പറയണേ, ഏട്ടാ എൻ്റെ പ്രിയങ്ക അവള്. അങ്ങനെ പറഞ്ഞ് രാധിക പൊട്ടിക്കറിയുവാണ് കേട്ടോ. ഈ സമയം സൂര്യ രാധിക ആശ്വസിപ്പിക്കണേ, മോളെ നീ ഇങ്ങനെ കരയാതെ, എല്ലാം നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ, കാര്യങ്ങൾ അവസാനം ഈ ഒരു രീതിയിലൊക്കെയാണല്ലോ അവസാനിച്ചത്, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആലോചിച്ചിട്ട് ഒരു ഇവിടെയും കിട്ടുന്നില്ല ഏട്ടാ, എന്നാലും എൻ്റെ പ്രിയോട് ആരായിരിക്കും ഈ ക്രൂരത ചെയ്തത് എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് കരയുവാണ്. ഈ സമയത്തായിരിക്കോട്ടെ ചന്ദ്രശേഖരൻ കുറച്ചവിടെ നിന്ന് മാറി ഫോണിലോട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് ചന്ദ്രശേഖരൻ്റെ ശബ്ദം കേട്ട് വരുണും ഈ സൂര്യയും രാധികയും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുവാണ് കേട്ടോ. അങ്ങനെ ഫോണിൽ സംസാരിച്ച് പെട്ടെന്ന് തിരിയുന്ന ചന്ദ്രശേഖരനും യാദൃശ്ചികമായി അവരെ കണ്ടുമുട്ടുന്നത് പോലെ, അല്ല നിങ്ങളെന്താ ഇവിടെ, എന്താ വരുൺ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുവാണ്. അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖരനോട് പറയുവാണ് കേട്ടോ. ഇതേസമയം SI ആണെങ്കിൽ ACPനേക്ക് വിളിച്ച് പ്രിയങ്കയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത കാര്യവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി അവർക്ക് വിട്ടുകൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ്. പിന്നീട് ചന്ദ്രശേഖരൻ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വരുണോടും സൂര്യയോടൊക്കെ പറയണേ, എന്തൊക്കെയാണ് നടക്കുന്നത്, പ്രിയങ്കയുടെ ആരായിരിക്കും ഈ ചതി ചെയ്തിട്ടുണ്ടാവുക, എന്താണെങ്കിലും വലിയ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ നടന്നിട്ടുള്ളത്, ഇക്കാര്യങ്ങൾ അറിയുമ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്, ഏട്ടത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും. അന്നേരം രാധിക ചോദിക്കണേ, അല്ല വരും ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിക്കണ്ടേ. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കണേ, ആറ്റുവാശ്ശേരിയിൽ ഇതൊക്കെ അറിയിക്കാനോ, അല്ല നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്, ഈ വിവരങ്ങൾ അറിഞ്ഞാൽ ദേവനാരായണ തിരുമേനിക്ക് അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, ഹേർട്ടിൻ്റെ ഓപ്പറേഷനും മറ്റുമൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ, മകളുടെ മരണവാർത്ത അറിഞ്ഞാൽ അതൊരിക്കലും അവർക്ക് താങ്ങാൻ പറ്റില്ല, മാത്രമല്ല കാണുമ്പോൾ ഇത് പറഞ്ഞാലും പ്രശ്നമാണ്, അവിടെയുള്ള ആരെങ്കിലുമൊക്കെ വഴി ഈ വിവരം ദേവനാരായണ തിരുമേനിയിലെത്തും, തൽക്കാലം ഈ വിവരം മറ്റാരും അറിയണ്ട, ഞാനെന്താണെങ്കിലും SI ചെന്ന് കാണാം, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ തന്നെ പ്രിയങ്കേൻ്റെ ഈ ബോഡി നമ്മൾ എങ്ങനെയാണ് വീട്ടുകാർക്ക് മുമ്പിൽ ചെന്ന് കാണിക്കുക, ആളെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല, ആ കാഴ്ച കൊണ്ട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ ദേവനാരായണ തിരുമേനിൻ്റെ പ്രിയങ്കയുടെ അമ്മയുടെയൊക്കെ കാര്യം പറയാനുണ്ടോ, പോലീസുകാർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ,
അന്നേരം രാധിക കരഞ്ഞോണ്ട് ചോദിക്കണേ, പ്രിയങ്കയെക്കുറിച്ച് അവരന്വേഷിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? ആ സമയം ചന്ദ്രശേഖരൻ പറയണേ, പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹം. അവൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നാട് വിട്ടു പോയതാണെന്ന് പറയാം. തൽക്കാലം അച്ഛൻ്റെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ, അതിനുശേഷം പതിയെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താം. ഇതല്ലാതെ ഇപ്പം നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. അങ്ങനെ ചന്ദ്രശേഖരൻ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുവാണ് വരുണും സൂര്യയൊക്കെ. ഈ സമയം രാധിക വരുണോട് ചോദിക്കുന്നുണ്ട്, വരുൺ എങ്ങനെ ഇതെല്ലാം മറച്ചു വെക്കുന്നത്? അമ്മയോടെങ്കിലും ഇതെല്ലാം പറയണ്ടേ? എടോ, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവർക്കതൊരിക്കലും താങ്ങാൻ പറ്റില്ല. തൻ്റെ അച്ഛനത് അറിഞ്ഞാൽ സഹിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവരിൽ നിന്ന് മറച്ചു വെച്ചേ പറ്റൂ. അങ്ങനെ രാധികയും ഈ കാര്യത്തിനായിട്ട് വരുൺ സമ്മതിപ്പിക്കുവാണ്. അതെല്ലാം കണ്ട് പ്ലാൻ വിജയിച്ച് സന്തോഷത്തിൽ നിൽക്കുവാണ്ടോ ചന്ദ്രശേഖരൻ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ ബോഡി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ പ്രിയങ്കയുടെ ബോഡി കൊണ്ടുവരുന്നത് കാണുന്നതും രാധിക ഓടിച്ചെന്ന് ആ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. ഈ സമയം വരുൺ രാധികയെ പിടിച്ച് മാറ്റുന്നൊക്കെയുണ്ട്. രാധിക എന്താടോ ഇത്? വരുൺ കണ്ടില്ലേ എൻ്റെ പ്രിയങ്ക, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരല്ലേ? എത്ര വഴക്കിട്ടാലും അവൾ എനിക്ക് ജീവനായിരുന്നു. അവൾ കിടക്കുന്ന കണ്ടില്ല വരുൺ എന്നും പറഞ്ഞ് രാധിക പൊട്ടിക്കരയുവാണ്. അന്നേരം വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് യശോദ വീണ്ടും രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. അന്നേരം രാധികയാണെങ്കിൽ ആകെ ഭയന്നിരിക്കുക. അമ്മയോട് എന്ത് മറുപടി പറയും ഞാൻ എന്നും പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, നമ്മൾ പ്ലാൻ ചെയ്തില്ലേ അതുപോലെ തന്നെ പറ, പ്രിയങ്ക സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയിരിക്കുവാണെന്ന് പറ. അന്നേരം സൂര്യൻ വരണം പറയണേ, അതേ രാധിക മോൾ അങ്ങനെ തന്നെ പറ. അങ്ങനെ എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി രാധിക ഫോൺ എടുക്കുക. ഹലോ അമ്മേ. മോളെ, നിങ്ങൾ പ്രിയങ്കയും കുട്ടി എന്താ എത്താത്തത്? ഞങ്ങളിവിടെ കാത്തിരിക്കുവാണ്. അച്ഛനാണെങ്കിൽ പ്രിയങ്കയെക്കുറിച്ച് കുറച്ച് മുമ്പ് കൂടി അന്വേഷിച്ചു. അമ്മേ, പ്രിയങ്ക വരില്ല. അവൾ നമ്മളെ വിട്ടു പോയിന്നോ? എങ്ങോട്ടേക്ക്? അവൾ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയി. എന്തായി പറയുന്നത്? അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നോ? അതെ അമ്മേ, വരുണും ഏട്ടനും അതുപോലെ ചെറിയച്ഛനൊക്കെ ഇവിടെ ഉണ്ട്. അവരാ എന്നോടിത് പറഞ്ഞത്. അത് കേട്ടിട്ട് യശോദക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. നാശം പിടിച്ചവൾ, അവൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു. അമ്മ ഫോൺ വെച്ചോ? അല്ല, മോളെപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ഞാൻ വന്നോളാം അമ്മേ എന്നും പറഞ്ഞ് രാധിക പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് വരുണിൻ്റെ തോളിച്ചാഞ്ഞ് പൊട്ടിക്കരയുവാണ് കേട്ടോ. ഈ സമയം വരുണും രാധികയെ ചേർത്ത് പിടിക്കുവാണ്. അന്നേരം യശോദയാണെങ്കിൽ ഫോണിലൂടെ പറഞ്ഞതെല്ലാം മുത്തശ്ശിയും കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാനാണ് പോയതെന്ന് വരുണും രാധികയൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ള സംശയത്തിലിരിക്കുവാണ് മുത്തശ്ശി. ഇതേസമയം രാധികയാണെങ്കിൽ സമനില തെറ്റിയ പോലെ ആരെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.